ഹായ് കൂട്ടുകാരെ, എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാന്നേ. പാർട്ട് 3 വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു യുവർ ഗണിതം മധുരം ചാനൽ. പ്രൊഡക്ട്സ് ഓഫ് പവേഴ്സ്, അതായത് കൃതികളുടെ ഗുണനം, ആ ഭാഗത്തു നിന്നുള്ള ഏതാനും പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. എങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഏതാനും ചില എക്സാമ്പിൾസ് നോക്കിയതിന് ശേഷം നമുക്ക് 118 ഹോംവർക്കിലേക്ക് കയറാം. ആദ്യം നമുക്കൊന്ന് നോക്കാം. അതായത് 2:4 ഗുണിക്കണം 2:3 ഇത് കൃതികളായി എങ്ങനെ എഴുതാം? ഹൗ ഡു വി റൈറ്റ് ദിസ് യൂസിങ് എക്സ്പോണൻസ്? അപ്പൊ നമുക്കൊന്ന് നോക്കാം. 2:4 ഗുണിക്കണം 2:3 ഇത് രണ്ടും ഗുണിക്കണം, പക്ഷെ കൃതികളായിട്ട് വേണം എഴുതാൻ. നമുക്കൊന്ന് എഴുതി നോക്കാം. 2:4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 ആണ് അല്ലേ? ഗുണിക്കണം 2:3. 2:3 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. ഇത് ഫുള്ള് ഗുണിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കൂ, എത്ര രണ്ടുകളുണ്ട്? ഇവിടെ 4 രണ്ടുകൾ, ഇവിടെയോ 3 രണ്ടുകൾ. അപ്പൊ ആകെ എത്ര രണ്ടുകളാ? 7 രണ്ടുകൾ. അതായത് 2:4 ഗുണിക്കണം 2:3 സമം നമുക്ക് കിട്ടുന്നത് 2:4 കൂട്ടണം 3 സമം 2:7 ആണ്. നമുക്കറിയാം, ഇത് കൃതിയായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഗുണനഫലം, അതിന്റെ വില കണക്കാക്കാൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഗുണിച്ചു വേണം എഴുതാൻ. നമുക്ക് വേറൊരെണ്ണം കൂടെ നോക്കിയാലോ. 3:8 ഗുണിക്കണം 3:5. ഇത് കുറച്ച് കടുപ്പാണ് അല്ലേ? അതായത് 3:8 എന്ന് പറഞ്ഞാൽ 3 എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കണം? 8 പ്രാവശ്യം എഴുതി ഗുണിക്കണം. ഇപ്പൊ നോക്കൂ, എത്ര മൂന്നുകളായിന്ന്? 2, 4, 6, 8 മൂന്നുകളായി അല്ലേ? ഇനി നമുക്ക് പറഞ്ഞത് 3:5 ആണ്. 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3. അപ്പൊ 3:8 ഗുണിക്കണം 3:5 എന്ന് പറഞ്ഞാൽ ആകെ എത്ര മൂന്നുകളുണ്ട്? നിങ്ങൾ എണ്ണി കൂട്ടിക്കോ. ഞാൻ എണ്ണാനൊന്നും പോകുന്നില്ല. എനിക്ക് മനസ്സിലായി, 8ഉം 5ഉം കൂടെ കൂട്ടിയാൽ മതി. അതായത് 3:8 കൂട്ടണം 5 സമയം എത്രയാ വരിക? 3:13 വരുന്നത്. ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കണം, ഒരേ സംഖ്യയായിരിക്കണം. കൃതികൾ വ്യത്യാസമായ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നമ്മൾ ചെയ്തതൊന്ന് പറഞ്ഞു നോക്കിയാല്, ഒരേ സംഖ്യകളുടെ കൃതികൾ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ, ഉദാഹരണം 7:5 ഗുണിക്കണം 7:10, ഇങ്ങനെ ഒരേ സംഖ്യകളുടെ കൃതികൾ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് ഇൻ മൾട്ടിപ്ലൈയിങ് 2 powers ഓഫ് എ നമ്പർ ദ എക്സ്പോണൻസ് ഷുഡ് ബി ആഡഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്കിവിടെ 7ന്റെ കൃത്യംഗം 5ഉം 10ഉമാണുള്ളത്, എക്സ്പോണൻസ്. അപ്പോ 5 കൂട്ടണം 10 സമയം എത്രയാ വരിക? 7:15. അങ്ങനെയാണെങ്കിൽ നമുക്കതിന്റെ ബീജഗണിത ഭാഷയും കൂടി ഒന്ന് നോക്കിയാലോ. ഈ എക്സ് ഏത് സംഖ്യയും എം എൻ ഇവ ഏത് 2 എണ്ണൽ സംഖ്യകളും ആയാലും x⁻m ഗുണിക്കണം x⁻n എന്തായിരിക്കും പറഞ്ഞത്? നമുക്കറിയാം, ഇത് രണ്ടും ഒരേ സംഖ്യയാണ്. എം എൻ ഇവ കൃത്യംഗങ്ങളാണ്. ആ കൃത്യംഗങ്ങൾ ഏത് 2 എണ്ണൽ സംഖ്യകളാവണം കേട്ടോ. അങ്ങനെയെങ്കിൽ x⁻m+n ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എം ആൻഡ് എൻ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ റെഡ് ഇങ്കിൽ എഴുതിയിട്ടുണ്ട്, ചുറ്റോട് ചുറ്റും വരച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ഇതുപോലെ ചുറ്റോട് ചുറ്റും വരച്ച് എഴുതിയിടുക. നോക്കൂ, x⁻m × x⁻n സമം x⁻m+n ആയിരിക്കും. മറക്കണ്ട, ഇത് വെച്ചിട്ട് ഇനി ധാരാളം കണക്കുകളുണ്ട്. തന്നെയല്ല,
USSന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു ചോദ്യം ഒന്ന് നോക്കിയാലോ. അതും പേജ് നമ്പർ 117 ലാസ്റ്റ് ഉള്ള ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതണം. അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി. ചോദ്യം നന്നായിട്ട് വായിച്ച് ഗ്രഹിക്കണം, എങ്കിലേ പറ്റുള്ളൂ. നോക്കൂ, ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 10. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 1 മുതൽ 9 വരെ അങ്ങോട്ട് എഴുതാം. എന്നിട്ട് അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായി എഴുതാനാണ്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? 1 മുതൽ 9 വരെ എഴുതി ഗുണന ചിഹ്നം ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 മുതൽ 9 വരെ എഴുതിയിട്ടുണ്ട്. ഇനി അഭാജ്യസംഖ്യയുടെ ഗുണനഫലമായി എഴുതണം. നമുക്കറിയാം 1 ഭാജ്യമോ അഭാജ്യമോ അല്ല, പ്രൈമോ അല്ല, കോമ്പസിറ്റ് നമ്പറും അല്ല. ഇനി അടുത്തത് 2 ശരിയാണ്. 2 ഇങ്ങോട്ട് എടുത്തെഴുതി 2 ഗുണിക്കണം. 3 ഇങ്ങോട്ട് എടുത്തെഴുതി അഭാജ്യസംഖ്യയാണ്, പ്രൈം നമ്പറാണ്. പക്ഷെ 4ന് നമുക്ക് എന്തേ ചെയ്യാവുള്ളൂ? 2 ഗുണിക്കണം 2 ആണ് 4, അതായത് 2 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ 2 സ്ക്വയർ എന്ന് എഴുതി ഗുണിക്കണം. 5 ഇതുപോലെ എഴുതാം, ഗുണിക്കണം. 6 നമുക്ക് അഭാജ്യസംഖ്യയുടെ ഗുണനഫലമായി എങ്ങനെ എഴുതാം? 2 × 3 ആണ് 6. അപ്പൊ ഇവിടെ 2 ഗുണിക്കണം 3 ഗുണിക്കണം. ഇനി 7 അതുപോലെ പ്രൈം നമ്പർ ആയതുകൊണ്ട് അതുപോലെ എഴുതുക, ഗുണിക്കണം. 8 എഴുതുമ്പോൾ നമുക്കറിയാം 2 × 2 × 2, 2 3 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുക. അപ്പൊ നമുക്ക് 2 ക്യൂബ് ഗുണിക്കണം. 9 എങ്ങനെ എഴുതാം? 3 സ്ക്വയർ ആണ്. അപ്പം നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതി. 3 × 3 ആണ് 9. ഇനി നമുക്ക് ഒരേ സംഖ്യകളെ താഴേക്ക് എടുത്ത് എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ക്യൂബ് ഉണ്ട്. അപ്പൊ ആകെ എത്ര 2കളുണ്ട്? നമ്മളിപ്പൊ പഠിച്ചത് ഇതിലേക്ക് പ്രയോഗിക്കാൻ പോവാണ്. ഇവിടെ ഒരു 2, ഇവിടെ 2 2കൾ. അപ്പൊ 1 2 3ആയി. പിന്നെയോ ഇവിടെ 1 2 എഴുതിയാൽ അതിനെ കൃതി 1 വേണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ എഴുതിക്കോളാം. മനസ്സിലായില്ലേ? അപ്പം 1 1 2 3 3 1 4 2കളായി. ഇവിടെയോ 3 2കൾ, 4 3 7 2കൾ. അപ്പൊ 2⁻7 ഗുണിക്കണം. ഇനി അടുത്തത് 3 നോക്കുക. ഇവിടെ 3⁻1 എഴുതാം, ഇവിടെ 3⁻1 എഴുതാം. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഒരു 3, ഇവിടെ 1 1 2 3കള്, 2 2 4 3കള്. 3⁻4 ഗുണിക്കണം. അടുത്തത് 5കള് ഒരു 5 ഉള്ളൂ. അപ്പൊ 5 ഗുണിക്കണം. അടുത്തത് 7 ആണ് അല്ലേ? 7 ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 7 ഇവിടെ നോക്ക്, ശരിയല്ലേ എഴുതിയത്? ഇനി ഒന്നുമില്ലല്ലോ. അപ്പൊ 2⁻7 ഗുണിക്കണം, 3⁻4 ഗുണിക്കണം, 5 ഗുണിക്കണം 7 ആണ് കിട്ടുന്നത്. ഇത് ഗുണിച്ചാൽ ഞാനൊന്ന് ഗുണിച്ചു നോക്കിയതാണ്. 3,62,880 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളോട് അത് ഗുണിക്കാൻ പറയാത്തതിന് കാരണമുണ്ട്. ഇത് ഗുണിച്ചോണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കുക, ഞാനിത് കാൽക്കുലേറ്ററിൽ എഴുതി ഗുണിച്ചതാ. അതിന് പിന്നെ വലിയ സമയമൊന്നും വേണ്ടല്ലോ, നമുക്കത് അറിഞ്ഞിരിക്കണമല്ലോ. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുകയാണെങ്കിൽ 45 വരിക. 10 വരെ ആകുമ്പോൾ 55. അപ്പൊ അതിന്റെ ഗുണനഫലം 3,62,880. നിങ്ങൾക്ക് മനസ്സിൽ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ഇത്രയും വലിയൊരു സംഖ്യ കിട്ടുന്നതെന്ന്? ഇതാണ് നമ്മളുടെ ഈ ആവർത്തന ഗുണനം എന്ന പാഠത്തിന്റെ പ്രത്യേകത. ഇത് ഇത്രയും വലിയൊരു സംഖ്യയാണെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പൊ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പേജ് നമ്പർ 118 പ്രവർത്തനത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ ചോദ്യത്തില് ഗുണനഫലം കാണാൻ പറഞ്ഞിട്ടില്ല, അതൊരു രസത്തിന് വേണ്ടി കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ 118 ഒന്നാമത്തെ കണക്ക് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ബാക്കി തൊട്ടടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം.
ആദ്യത്തത് റൈറ്റ് ഈച്ച് പ്രൊഡക്റ്റ് ബിലോ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്രൈംസ് എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. ഇപ്പൊ നമ്മൾ പഠിച്ച ആ നിയമം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് നോക്കാം. 72 ഗുണിക്കണം 162. ആദ്യം നമുക്ക് 72ന്റെ അഭാജ്യ ഘടകങ്ങളായിട്ട് കണ്ട് നമുക്ക് എഴുതാം. അപ്പൊ നമ്മളെ ഫാക്ടറൈസേഷനാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. 72 ഇത് ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്താൽ മതി. 2 ഇതിന്റെ പകുതി 36. 70ന്റെ പകുതി 35. ഇനി 2ന്റെ പകുതി 1, 35 1 36 അങ്ങനെ. ഇനി അടുത്തത് ഇനി 2 കൊണ്ട് 18, ഇനിയും 2 കൊണ്ട് 9. ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഇനി 2 പറ്റില്ല. ഇനി പറ്റുന്ന സംഖ്യ ഏതാണ്? 3 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 3 3 3 3 9. അപ്പൊ അതിന്റെ ഘടകങ്ങള് 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 3. ഇനി നമുക്ക് അഭാജ്യ സംഖ്യകളുടെ കൃതികളായിട്ട് നമുക്ക് എഴുതാം. ഇവിടെ 3 2കളാണ്. അപ്പൊ 2⁻3 ഗുണിക്കണം, ഇവിടെയോ 2 3കള്, അപ്പം 3 സ്ക്വയർ ആണ് വരുന്നത്. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് എന്ത്? 72. ഇനി അടുത്തത് 162 ആണ്. 162നെ എഴുതിയാല് 162 2 കൊണ്ട് തന്നെ പറ്റും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 160ന്റെ പകുതി എളുപ്പമായിരിക്കും, നമുക്ക് 80. പിന്നെ 2ന്റെ പകുതി 1, 81. അപ്പൊ 2 കൊണ്ട് 81. ഇനി നമുക്ക് 81നെ ചെയ്യണമെങ്കിൽ 3 പറ്റുമോ നോക്കാം. 3 2 6, പിന്നെ ബാക്കി 2 21, 3 7 21. അപ്പൊ 3 പറ്റും. 3 കൊണ്ട് 3 2 6. ഇവിടെ ബാലൻസ് റിമൈൻഡർ ശിഷ്ടം 2. 1ന്റെ ഇടതുവശത്ത് കൊണ്ടുവച്ചാൽ 21, 3 7 21. ഇനി നമുക്ക് 3 കൊണ്ട് പറ്റും 9. ഇനിയും 3 കൊണ്ട് 3 3 9. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3. ഇതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. 2⁻1 ഗുണിക്കണം 3⁻4 വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഗുണനഫലമാണ് കാണേണ്ടത്. 72 ഗുണിക്കണം 162 സമം ഇവിടെ 2⁻3 ഗുണിക്കണം 3 സ്ക്വയർ ഗുണിക്കണം 2⁻1 ഗുണിക്കണം 3⁻4. ഇപ്പൊ നമ്മൾ പഠിച്ചു ഒരേ സംഖ്യകളാണെങ്കിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി, എക്സ്പോണൻസ് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 2കളാണുള്ളത്, ഇവിടെ 1 2. നമുക്ക് വേണമെങ്കിൽ അത് ഒരുമിച്ച് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാം. 2⁻3 ഗുണിക്കണം 2⁻1 ഗുണിക്കണം 3 സ്ക്വയർ ഗുണിക്കണം 3⁻4. ഈ ഒരു സ്റ്റെപ്പ് ഞാനൊന്നും എഴുതാറില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. ഞാൻ എന്താ ചെയ്യുന്ന അറിയാവോ? ഇവിടെ 3 2കള്, ഇവിടെ 1 3 1 4 മനസ്സിൽ കൽബിനുള്ളിൽ വെച്ചാൽ കൂട്ടും. അപ്പൊ നമുക്ക് 2⁻4 നോക്കൂ, 3 1 4 ഗുണിക്കണം. ഇവിടെ 3 2 പ്രാവശ്യവും 4 പ്രാവശ്യവും, 4 2 എത്രയാണ്? 6. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും 3⁻6. അപ്പൊ നമുക്ക് ഇനി വേറെ ഇത് കൂട്ടാൻ പറ്റുമോ? ചിലപ്പോ നിങ്ങൾ പറയും, ടീച്ചറെ ഇവിടെയും കൂടി അങ്ങ് കൂട്ടിയാലോ, 4 6 10. പറ്റൂല. ഇത് ചക്കയാണെങ്കിൽ ഇത് മാങ്ങയാണ്. ചക്കയും മാങ്ങയും കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ലേ? ചക്ക വേറെ മാങ്ങ വേറെ. അതേപോലെ ഇത് 2⁻4 ഇത് 3⁻6. അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കും, ടീച്ചർ കൂട്ടിയല്ലോ, ഇവിടെ ചക്കയാണെങ്കിൽ ഇത് 2ഉം ചക്കയാണ്, മാങ്ങയാണെങ്കിൽ ഇത് 2ഉം മാങ്ങയാണ്. അപ്പൊ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം 72 ഗുണിക്കണം 162 എന്ന് പറയുന്നത് 2⁻4 ഗുണിക്കണം 3⁻6 വരുന്നത്. ഓക്കെ ആയല്ലോ? അടുത്ത രണ്ടാമത്തെ ചോദ്യം 225 ഗുണിക്കണം 135. നമുക്ക് ആദ്യം 225ന്റെ ഒന്ന് നോക്കാം. 225
നമുക്ക് ഏത് സംഖ്യ കൊണ്ട് പോകും? 2 ഏതായാലും പറ്റില്ല. അടുത്തത് 3 ആണ്. 3 പറ്റുമോ നോക്കാം. 3 ഇവിടെ എടുത്തു. 22-ൽ 3 7 പ്രാവശ്യം. 3 7 21. ബാക്കി 1 5-ന്റെ ഇടതുവശത്ത് വെച്ചാൽ 15. 3 5 15. അപ്പം 3 പറ്റും. ഇനിയും 3 കൊണ്ട് നമുക്ക് പറ്റും. നമുക്കറിയാം 25 3 ആണ് 75. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഇത് എഴുതി ഞാൻ 25 എന്നെഴുതി. അടുത്തത് നമുക്ക് ഇനി വല്ല പ്രശ്നമുണ്ടോ? 25 കണ്ടു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് എഴുതാം 5 ഗുണിക്കണം 5 ആണ് 25. അപ്പൊ 5 5 25. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 5. അപ്പം ഇവിടെ 2 3 ആണ്. 3 സ്ക്വയർ ഗുണിക്കണം ഇവിടെ 2 5-കൾ 5 സ്ക്വയർ. ഇത് നമുക്കതിൻ്റെ കൃതികളുടെ ഗുണനഫലമായിട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്തത് 135 ആണ്. അപ്പം 135 സമം ഇവിടെ നോക്കുക 135. ഇനി ഇത് അടുത്ത കണക്കിന് ഇതുപോലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാട്ടോ, സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 3 എടുക്കാം. 3 4 12 15 3 5 15. പിന്നെ എത്ര കിട്ടും? 3 കൊണ്ട് പറ്റുമോ? ഒരു 3 3 15 3 5 15. 15 3 45 എന്നുള്ളവർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അടുത്തത് 3 ഗുണിക്കണം 5 ആണ് 15. നമുക്കിവിടെ പ്രൈം നമ്പർ കിട്ടി. ഇനി മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല, തീർന്നു. അപ്പം നമുക്ക് എഴുതാം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 5. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? 3 ഗുണിക്കണം 5. നമുക്ക് കണക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി, എനിക്കൊന്നും തെറ്റില്ല, നിങ്ങൾ ശരിക്കും ഉറപ്പില്ലാത്തവരെന്ത് ചെയ്യുക? ഇതിൻ്റെ കൃത്യംഗം 1 എഴുതി വെക്കുക. എക്സ്പോണൻ്റ് 1. നമുക്കറിയാം 1 5 ഉള്ളൂ അവിടെ. ഇനി നമുക്ക് 225 ഗുണിക്കണം 135 എന്ന് പറയുന്നത് 3 സ്ക്വയർ ഗുണിക്കണം 5 സ്ക്വയർ ഗുണിക്കണം എത്രയാണ്? 3 ഗുണിക്കണം 5 1. ഇനി നമുക്ക് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാം. അതായത് 3 സ്ക്വയർ ഗുണിക്കണം 3 ഗുണിക്കണം 5 സ്ക്വയർ ഗുണിക്കണം 5 1. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. എന്താണ്? 3 2 കൂട്ടണം 3 ഗുണിക്കണം 5 2 കൂട്ടണം 1. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 3 2 3 5 ഗുണിക്കണം 5 3 ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആയോ? നിങ്ങളോട് കഷ്ടപ്പെട്ട് ഇത് മുഴുവൻ ഗുണിച്ച് തന്നതാണ് ഇവിടെ തന്നത്. നമ്മളത് ചുരുക്കി കൊണ്ടുവന്ന് എഴുതിയതാണ് ഇത്. ഞാനാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ ഒരു ക്രിയ മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇത് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്തി എഴുതാം. അത് ഒന്നും കൂടെ ചിട്ടയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തെറ്റാതിരിക്കണം എന്ന് മാത്രം. ഓക്കെ ആയല്ലോ? അടുത്ത തന്നിരിക്കുന്നത് 105 ഗുണിക്കണം 175 ആണ്. നമുക്ക് ആദ്യം 105 ഒന്ന് നോക്കാം. 105 3 കൊണ്ട് പറ്റും. 3 3 3 9 15 3 5 15. ഇനി നമുക്ക് 3 കൊണ്ട് പറ്റുമോ? ഇല്ല. ഇനി പറ്റുന്നത് ഏതാണ്? 5 7. തീർന്നു, ഇത്രയേ ഉള്ളൂ. അതായത് 3 ഗുണിക്കണം 5 ഗുണിക്കണം 7. ഇതിനി വേറെ മാറ്റി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഓരോന്നേ ഉള്ളൂ അല്ലേ? ഇനി അടുത്തത് നമുക്ക് എഴുതാം 175 ആണ്. 175 3 കൊണ്ട് പറ്റൂല. നമുക്കറിയാം അത് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ 3 കൊണ്ട് പോയാൽ 3 5 15, പിന്നെ 2 25 ആണ് വരിക. അപ്പം അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് 5 എടുക്കാം. 5 3 15 25 5 5 25. ഇനി നമുക്ക് എന്ത് പറ്റും? 5ഉം 7ഉം 5 7 35. അപ്പം നമുക്കിവിടെ എഴുതാം 5 ഗുണിക്കണം 5 ഗുണിക്കണം 7. ഇവിടെ 5 സ്ക്വയർ ഗുണിക്കണം 7 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ നോക്കാം, 105 ഗുണിക്കണം 175 എന്ന് പറയുന്നത് 3 ഗുണിക്കണം 5 ഗുണിക്കണം 7 ഗുണിക്കണം 5 സ്ക്വയർ ഗുണിക്കണം 7. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാം.
ഇവിടെ 3, ഇവിടെ ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇനി വേറെ അത് അധികം കൊണ്ടുവരാനൊന്നുമില്ല. 3 ഗുണിക്കണം 5 ഇവിടെ എന്താണ്? ഇവിടെ 5⁻1 ഗുണിക്കണം 5 സ്ക്വയർ. ഇനി ഗുണിക്കണം ഇവിടെയോ 7⁻1 ഗുണിക്കണം 7⁻1. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സമം 3 ഗുണിക്കണം 5. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. 5⁻1 2 3. 5⁻3 ഗുണിക്കണം 7⁻1 1 2. 7⁻2. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആയല്ലോ? എളുപ്പം. ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഇത്രയും ചെയ്തതിൽ നിന്ന് മനക്കണക്കായിട്ട് ചെയ്യാവുന്ന കണക്കുകളാണ്. 25 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 ഗുണിക്കണം 5 ആണ് 25, അതായത് 5 സ്ക്വയർ. അടുത്തത് 45. 5 9 ആണ് 45, അല്ലെങ്കിൽ 15 3 ആണ് 45. അപ്പൊ 15ന് നമുക്ക് എന്ത് ചെയ്യാം? 3 × 5 ആയിട്ട് എഴുതാം. അപ്പൊ 3 സ്ക്വയർ ഗുണിക്കണം 5. നമുക്കൊന്ന് നോക്കാം. 45 3 15 പിന്നെ 3 5. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 3 സ്ക്വയർ ഗുണിക്കണം 5 ആണ് വരിക. 3 ഗുണിക്കണം 3 ഗുണിക്കണം 5 സമം 3 സ്ക്വയർ ഗുണിക്കണം 5. അടുത്തത് 75 ആണ്. അപ്പോൾ 75 ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത കണക്കിലുണ്ട്. 25 3 ആണ് 75. അപ്പൊ 5 സ്ക്വയർ ഗുണിക്കണം 3 ആണ് വരുന്നത്. ഇനി നമുക്ക് 3 കൂടെ ഗുണിക്കുമ്പോൾ 25 ഗുണിക്കണം 45 ഗുണിക്കണം 75. നമുക്ക് എഴുതാം 5 സ്ക്വയർ ഗുണിക്കണം ഇവിടെ 3 സ്ക്വയർ ഗുണിക്കണം 5 ബ്രാക്കറ്റിലിടാം, ഗുണിക്കണം 5 സ്ക്വയർ ഗുണിക്കണം 3. ഇനി നമുക്ക് 3കളും 5കളും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ ചെറിയ സംഖ്യ എടുക്കാം. ഇവിടെ 3 സ്ക്വയർ ഗുണിക്കണം 3 ഗുണിക്കണം പിന്നെ 5 സ്ക്വയർ ഗുണിക്കണം 5 ഗുണിക്കണം 5 സ്ക്വയർ. ഇത്രയല്ലേ വരുന്നത്? ശരിയല്ലേ? നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോകുമ്പോൾ ചിലപ്പോൾ വല്ല പിഴവും വന്നാലോ. ഏതായാലും ഇവിടെ നോക്കാം. 3 2 1 3. അപ്പൊ 3 ക്യൂബ് ഗുണിക്കണം ഇവിടെ 1 നമ്മൾ എഴുതി വെക്കുക തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. 2 1 3 2 5. 5⁻5. ഇത്രയേ ഉള്ളൂ ആൻസർ. ഞാൻ ഈ ഒരു കണക്ക് മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് 2ഉം 3ഉം അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഓക്കെ, ലവ് യു ഓൾ, ബൈ.